ഹലോ സ്റ്റുഡൻസ്, നമുക്കിന്ന് 9th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ പേസ് ഓഫ് ഇക്വേഷൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റൻസ് ഒക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അങ്ങനെ നമ്മളിപ്പം പേജ് നമ്പർ 18-ലെ തേർഡ് ക്വസ്റ്റൻ ആണ് നമ്മൾ ഈ വീഡിയോ കൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റൻ ഒന്ന് വായിക്കാം. ക്വസ്റ്റൻ ഇത്രേ ഉള്ളൂ: ദ സം ഓഫ് ദ ഡിജിറ്റ് ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ ഈസ് 11. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിജിറ്റ്സിൻ്റെ ക്വസ്റ്റൻ ആണ് ഇത്. അപ്പോൾ നമുക്ക് ഡിജിറ്റ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യമേ മനസ്സിലാക്കാം. സോ ഡിജിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു ഡിജിറ്റ് എടുക്കുവാണ് ഞാൻ. സോ ലൈക്ക് 27 എന്ന് പറഞ്ഞൊരു ഡിജിറ്റ് ഞാൻ എടുക്കുവാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്, എക്സ്പാൻഡഡ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം എന്ന് വെച്ചാൽ 27 നമുക്ക് എങ്ങനെ കിട്ടുന്നത്? 20 + 7 ആണ് 27. അപ്പോൾ നമ്മൾ പണ്ടിങ്ങനെ എഴുതിക്കൊണ്ടിരുന്നത് 20 കിട്ടുന്നത് എങ്ങനെയാണ്? 2 × 10 + 7 × 1 ഇങ്ങനെ നമ്മൾ എഴുതുമായിരുന്നു അല്ലേ. കാരണം 2 എന്ന് പറയുന്നത് 10's പ്ലേസിലും 7 എന്ന് പറയുന്നത് 1's പ്ലേസിലും കിടക്കുന്നതുകൊണ്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നമ്മളൊരു ചെറിയ നമ്പറിനെ അങ്ങ് വലുതായിട്ട് എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ എഴുതാനായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതുവാണ്. 2 × 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 × 10 ആയിട്ട് തന്നെ എടുക്കാം. 7 × 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 7. ഓക്കെ, അങ്ങനെ ഇതാണ് എൻ്റെ ഒരു ഫോമാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ഡിജിറ്റ് നമ്പറിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്ന ഒരു ഫോമാറ്റ് ഇതാണ്. 2 × 10 + 7 × 1, അതായത് 7 തന്നെ. ഇനി നമുക്ക് വേറൊരു 2 ഡിജിറ്റ് നമ്പർ എടുക്കുകയെന്ന് വെച്ചോ. ഇപ്പോൾ ലെറ്റ്സ് സേ 73 എന്ന് വെച്ചോ. 73 എടുക്കുവാണെങ്കിൽ ഇതിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ വരും 70 + 3, അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം 7 × 10 + 3 എന്ന് എഴുതാമല്ലോ അല്ലേ. അപ്പം ഇവിടെ ഈ ഒരു സംഭവമാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് 2 ഡിജിറ്റ് നമ്പർ എന്തുവാണെന്ന് അറിയത്തില്ല, 2 ഡിജിറ്റുകളാണെന്നറിയാം. അപ്പോൾ നമുക്ക് ഒരു ഫസ്റ്റ് ഡിജിറ്റിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? വേരിയബിൾസിൽ എടുക്കാം അല്ലേ. നമുക്ക് ഇവിടെ എക്സും വൈയും യൂസ് ചെയ്യുന്നതിന് പകരം എയും ബിയും യൂസ് ചെയ്യാം. അപ്പം ഞാൻ എക്സിന് പകരം എയും വൈക്ക് പകരം ബിയും യൂസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. നമ്മുടെ ഒരു 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ നമ്പർ എന്തുവാണ്? AB എന്ന് പറഞ്ഞൊരു നമ്പറാണ്. ഓക്കെ, എയും ബിയും ആണ് നമ്മുടെ ഡിജിറ്റ്സുകളെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ കിട്ടും? ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല നമുക്ക്. ഓക്കെ, ഇങ്ങനെ എഴുതുന്നതിന് പകരം നമ്മൾ എങ്ങനെ എഴുതണം? ഈ ഒരു ഫോർമാറ്റിലേക്ക് എഴുതണം. എന്ന് വെച്ചാൽ A × 10 + B, ഇതാണ് നമ്മുടെ ആ 2 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് ഒരിക്കലും ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഈ സംഭവമാണ് നമ്മൾ ഈ ക്വസ്റ്റനിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ക്വസ്റ്റനിൽ ആദ്യം നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇങ്ങനെ എഴുതാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3യുടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം: ലെറ്റ് ദ ഡിജിറ്റ് അറ്റ് 10's പ്ലേസ്. 10's പ്ലേസിലുള്ള ഡിജിറ്റിനെ ഞാൻ എന്തായിട്ട് എടുത്തു? A ആയിട്ട് എടുക്കുവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആൻഡ് ദ ഡിജിറ്റ് അറ്റ് 1's പ്ലേസ്, 1's പ്ലേസിനെ ഞാൻ എന്തായിട്ട് എടുത്തു? 1's പ്ലേസിനെ ഞാൻ B ആയിട്ട് എടുക്കുവാണ്. ഓക്കെ, സോ ഇത് എയും ബിയും ആയിട്ട് നമ്മൾ ചുമ്മാ എടുത്തു. ഇത് ഇത്ര ഓക്കെ അല്ലേ? ഇനി തൊട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നത്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് വായിക്കാം. എന്തുവാടാ? ദ സം ഓഫ് ദ ഡിജിറ്റ് ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ ഈസ് 11. 2 ഡിജിറ്റ് നമ്പറിൻ്റെ ഡിജിറ്റ്സ് തമ്മിലുള്ള സം എന്ന് പറയുന്നത് 11 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അത് നമുക്ക് ആദ്യമേ ഇവിടെ ഇങ്ങനെയും കൂടെ എഴുതി വെച്ചേക്കാം കേട്ടോ. ദെയർഫോർ ദ 2 ഡിജിറ്റ് നമ്പർ നമ്മളിവിടെ പറഞ്ഞ പോലെ 2 ഡിജിറ്റ് നമ്പർ എന്തുവാ? നമ്പർ ഇസ് ഈക്വൽ ടു നമ്മുടെ ഈ സംഭവം, ഈ ഫോമിൽ അങ്ങ് എഴുതി വെച്ചേക്കാം. A × 10 എന്ന് വെച്ചാൽ നമുക്ക് 10 എന്ന് വിളിക്കാം അല്ലേ. 10A + B ആണ് നമ്മുടെ നമ്പർ എന്ന് പറഞ്ഞാൽ 2 ഡിജിറ്റ് നമ്പർ. ഓക്കെ അല്ലേ. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത്, ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ എങ്ങനെയാണ്? A + B ഡിജിറ്റ്സ് തമ്മിലുള്ള സം ചെയ്യുമ്പോൾ നമുക്ക് 11 കിട്ടും എന്നാണ് ഫസ്റ്റ് ഇക്വേഷനിൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞേക്കുന്നത് 2 ഡിജിറ്റ്സ്. ഇപ്പം 27 ആണെങ്കിൽ 2ഉം 7ഉം കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 11 കിട്ടണം. ഓക്കെ, അത് കിട്ടത്തില്ല, പക്ഷേ എയും ബിയും കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 11 കിട്ടണം. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇത്രയും ക്ലിയർ അല്ലേ? നമ്മൾ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത്? ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് അതെങ്ങനെ ഉണ്ടാകുന്നതെന്ന് ഞാൻ കാണിച്ചു തന്നു. ഇവിടെ തൊട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. അത് നമ്മൾ ആദ്യം തന്നെ 10's പ്ലേസിലുള്ളതിനെ എയും 1's പ്ലേസിലുള്ളതിനെ ബി ആയിട്ട് എടുത്തു. നമ്മുടെ 2 ഡിജിറ്റ് നമ്പർ എന്തുവാന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റിൽ നിന്ന് നമ്മൾ ഇക്വേഷൻ 1 ഉണ്ടാക്കി. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കുറച്ച് ഒന്ന് ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒന്ന് വായിച്ചേടാ നോക്കിയേ. ഇവിടെ പറയുന്ന ഇതാണ്: ദ നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ്. ഓക്കെ, ദ നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ് ഈസ്
27 മോർ ദാൻ ദ ഒറിജിനൽ നമ്പർ. അപ്പം ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ് എന്നൊരു സാധനമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഡിജിറ്റ്സ് തമ്മിൽ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് മാറ്റുവാണ്. ഓക്കെ, 27 ആയിരുന്നതിനെ നമ്മൾ എന്താക്കുന്നു, 72 ആക്കുന്നു. ഓക്കെ, 73 ആണെങ്കിൽ അത് എന്താക്കും, 37 ആക്കും. അതാണ് ഇൻ്റർചേഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്ത് വരുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ ഈ സംഭവം അങ്ങ് മാറും. നോക്കിയാൽ 2 × 10 പകരം നമ്മൾ 7 × 10 അതുപോലെ തന്നെ 2 ആയിട്ട് എഴുതേണ്ടി വരും. ഇതിനെ അങ്ങനെ തന്നെ എങ്ങനെ എഴുതും, നമ്മൾ 3 × 10 + 7 ആയിട്ട് വരും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ എയും ബിയും ആണെങ്കിൽ നമുക്ക് എയും ബിനെ നേരെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരും, b × 10 + a. അതായത് നമുക്കിങ്ങനെ എഴുതാമല്ലോ, ആഫ്റ്റർ ഇൻ്റർചേഞ്ചിങ്. ഞാനിവിടെ സൈഡിലായിട്ട് എഴുതുവാണ്, ആഫ്റ്റർ ഇൻ്റർചേഞ്ചിങ്. ഞാൻ ഇതിൻ്റെ കൂടെ എഴുതുവാണ്, ആഫ്റ്റർ ഇൻ്റർചേഞ്ചിങ് നമ്മുടെ ഡിജിറ്റ്സ് എങ്ങനെ വരും, നമുക്ക് 10b + a എന്ന് വരും. ഇതാണ് നമ്മൾ ആഫ്റ്റർ ഇൻ്റർചേഞ്ചിങ് അല്ലേ. ബിഫോർ ഇൻ്റർചേഞ്ചിങ് എന്തുമായിരുന്നു, 10a + b ആയിരുന്നു. ആഫ്റ്റർ ഇൻ്റർചേഞ്ചിങ് വരുമ്പോഴത്തേക്കും 10b + a വരും. അപ്പോൾ നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ എഴുതാം, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറയുന്നതാണ് ദ നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റർചേഞ്ച് ചെയ്ത് കിട്ടുന്ന ഡിജിറ്റ്സ് എന്ന് പറയുന്നത് അത് എത്രയാണ്, നമ്മുടെ 10b + a എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തുവിടെ പറയുന്നത്, 27 മോർ ദാൻ ദ ഒറിജിനൽ നമ്പർ. ഒറിജിനൽ നമ്പർ എന്തുമായിരുന്നു, നമ്മുടെ ഒറിജിനൽ നമ്പറാണ് ഫസ്റ്റ് നമുക്ക് കിട്ടിയ ഡിജിറ്റ്സ്. അതേതായിരുന്നു, 10a + b കൂടെ 27 കൂടെ കൂട്ടുമ്പോഴാണ് 27 മോർ ദാൻ ദ ഒറിജിനൽ നമ്പറാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്ത് കിട്ടുന്ന ഡിജിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്പേഴ്സിനെ എല്ലാത്തിനെയും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പോവാം. ഈ നമ്പേഴ്സിനെ എല്ലാത്തിനെയും ഞാൻ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പോവാം. അപ്പോൾ നമുക്കിങ്ങനെ വരും 10b + a, ഇതെല്ലാം മൈനസ് ആകും, -10a - b = 27 എന്ന് വരും. ഓക്കെ, ഈ നമ്പേഴ്സിനെ രണ്ടിനെ ഞാൻ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി 27 അവിടെ നിർത്തി. ഓക്കെ, അത്രയും നമ്മൾ ഇത് ചെയ്തോളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും കൂടെ തമ്മിൽ മൈനസ് ചെയ്യാം, 10bയും -bയും. അപ്പോൾ ഒരെണ്ണം മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 9b എന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇത് രണ്ടും മൈനസ് ചെയ്താലോ, നമുക്ക് -9a എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 27. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ നോക്കുവാണെങ്കിൽ നോക്കിയേ, നമുക്ക് 9 എന്ന് പറഞ്ഞ നമ്പർ ഈ 3 നമ്പേഴ്സിലും ഉണ്ട് അല്ലേ. ഇവിടെ 9 ഉണ്ട്, 27 9ൻ്റെ ഒരു ഫാക്ടറാണ് അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിനെ മൊത്തത്തിനെയും 9 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ÷ 9. അപ്പോൾ എനിക്ക് ഇക്വേഷൻ കുറച്ചുകൂടെ ഒന്ന് സിംപ്ലിഫൈഡ് ആകും. അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. സോ 9 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എന്ത് കിട്ടും, ഇവിടെ b മാത്രം കിട്ടും. ഇവിടെ 9 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, a എന്ന് കിട്ടും. 27 9 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, 3 9s ആണ് 27. അപ്പം അതിനകത്ത് നിന്ന് 9 എടുത്ത് കളഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് 3 മാത്രം കിട്ടും. ഇതാണ് എൻ്റെ ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ കുറച്ചുകൂടെ ഒന്ന് സിംപ്ലിഫൈഡ് ആയിട്ട് എഴുതി. ഇത്രയും ക്ലിയർ ആണല്ലോ. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. സാധാരണ 9ാം ക്ലാസ്സിലെ പിള്ളേർക്കും 8ാം ക്ലാസ്സിലെ പിള്ളേർക്കൊക്കെ വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ ഡിജിറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് സോൾവ് ചെയ്യാം. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ നമുക്ക് എലിമിനേഷൻ മെത്തേഡോ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡോ വെച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. സോ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇക്വേഷൻസ് ഞാൻ എടുക്കുവാണ് ആദ്യമേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ ഞാനൊന്ന് എടുത്ത് എഴുതുവാണ്. ഓക്കെ, a + b ദാറ്റ് ഈസ് ഈക്വൽ ടു 11. നെക്സ്റ്റ് ഇക്വേഷൻ നോക്കിയാൽ ബി ആണ് ആദ്യം കിടക്കുന്നത്. അപ്പം ഞാൻ അത് നേരെ തലതിരിച്ച് എഴുതാൻ പോവാണ്. a ആദ്യം എഴുതിയിട്ട് b രണ്ടാമത് എഴുതാൻ പോവാണ്. അപ്പോൾ +b ആണ് അല്ലേ, ബിയുടെ സൈൻ പ്ലസ് ആണ്. b = 3. ജസ്റ്റ് ഒന്ന് തലതിരിച്ചു. എന്നിട്ട് ഇത് തമ്മി ഞാൻ എന്ത് ചെയ്യാൻ പോവാം, ഞാൻ പ്ലസ് ചെയ്യാൻ പോവാണ്. കാരണം രണ്ടും കൂടെ തമ്മിൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് a 0 കിട്ടും അല്ലേ. അപ്പോൾ ഞാൻ പ്ലസ് ചെയ്ത് a + -a എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 0 ആണ്, 0 ആയി. ബിയും കൂടെ തമ്മിൽ പ്ലസ് ചെയ്ത് നമുക്ക് 2b കിട്ടും. ഇത് പ്ലസ് ചെയ്ത് നമുക്ക് 14 കിട്ടും. അതായത് b എന്ന് പറഞ്ഞാൽ എത്രയായി, 14/2 നമുക്ക് 7 എന്ന് കിട്ടി b. അങ്ങനെയാണെങ്കിൽ നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. a എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കാം. പോസിറ്റീവ് ഇക്വേഷൻ ഏതാണെന്ന് നോക്കിയാൽ ഇതാണ് പോസിറ്റീവ് ഇക്വേഷൻ എന്ന് വെച്ചാൽ അതിനകത്ത് എല്ലാം പ്ലസ് ആണുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ തന്നെ എടുക്കാം. ആ ഇക്വേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവാം, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് b ഇൻ ഇക്വേഷൻ നമ്പർ 1 അല്ലേ. ഇക്വേഷൻ 1ലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. സോ ബിയുടെ വാല്യൂ എത്രയാണ്, 7 ആണ്. സോ a + 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 11. സോ a ഈസ് ഈക്വൽ ടു, ഈ 7 പോസിറ്റീവ് ആണ്, ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് ആവും. സോ 11 - 7 a എന്ന് പറയുന്നത് എന്ത് കിട്ടും, നമുക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടും. a 4 കിട്ടി, b 7 കിട്ടി. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാമല്ലോ. ദെയർഫോർ നമ്മുടെ
ഡിജിറ്റ് എന്ത് വരുന്നു? സോ ലൈക്ക് ഡിജിറ്റ് അറ്റ് ടെൻസ് പ്ലേസ് എന്ന് പറയുന്നത് എന്തുവാടാ? ടെൻസ് പ്ലേസ് നമുക്ക് കിട്ടിയത് 4ഉം അതുപോലെ തന്നെ ഡിജിറ്റ് അറ്റ്സ് വൺസ് പ്ലേസ് കിട്ടിയത് നമുക്ക് എന്ത് വരുന്നു? നമുക്ക് 7 ആയിരുന്നു. ദെയർഫോർ ദ നമ്പർ, നമുക്ക് നമ്പറായിരുന്നു ചോദിച്ചിരുന്നത്. നമ്പർ എന്തുമായിരുന്നു? നമുക്ക് 47 ആണ് നമ്മുടെ നമ്പർ. ഓക്കെ, 47 എന്ന് പറഞ്ഞൊരു നമ്പർ നമ്മൾ എന്ത് ചെയ്തു? ആദ്യമേ 47 എന്ന് പറഞ്ഞ നമ്പർ എടുത്തിട്ട് നമ്മൾ നമ്പേഴ്സിൻ്റെ ഡിജിറ്റ്സ് തമ്മിൽ പ്ലസ് ചെയ്തു. സോ 4 + 7 ചെയ്തപ്പോൾ നമുക്ക് 11 കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ഇൻ്റർചേഞ്ചിങ് ദിസ്, ഓക്കെ, അപ്പോൾ 47 നമുക്ക് 74 എന്ന് വിളിക്കാം. 74 എന്ന് പറയുന്നത് 47നെക്കാട്ടും എത്ര കൂടുതലാണ്? 27 കൂടുതലാണെന്നാണ് പറയുന്നത്. സോ ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ നമുക്ക് 74 എന്ന് പറഞ്ഞ നമ്പർ കിട്ടും. ഇതാണ് നമ്മുടെ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കാം. സോ ഇതിനകത്ത് മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിജിറ്റ് എങ്ങനെ വരുമെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ 10A + B എന്ന് വരും. അത് ഇൻ്റർചേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും 10B + A എന്ന് വരും. ഈ സംഭവം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് ചെയ്യാൻ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ എന്തായാലും ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കാം, ചെയ്ത് നോക്കുക, മനസ്സിലാക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്കപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്